മാനിയയെ പറ്റി ആലോചിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലെത്തുന്നത് മാനിയ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ ബാധിക്കുന്നത്. വാസ്തവത്തിൽ മാനിയ താൽക്കാലികമായിട്ട് വന്ന് മാറുന്ന ഒരു 3-4 മാസം നിന്ന് മാറുന്നതാണ്. അത് കഴിഞ്ഞാൽ വളരെ കാലം രോഗിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും വളരെ പ്രധാനപ്പെട്ട ജീവിതഘട്ടങ്ങളിൽ വരുമ്പം അത് പ്രശ്നങ്ങളുണ്ടാക്കാറുണ്ട്, സാരമായ തകരാറുകൾ ഉണ്ടാക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാനിയെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലെത്തുന്നത് നിമ്മിയുടെ കഥയാണ്. നിമ്മിയുടെ കുടുംബം ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിലെ വളരെ പുരാതനവും പ്രശസ്തവും സമ്പന്നവും ആയ ഒരു കുടുംബത്തിലെ അംഗമാണ്. നിമ്മിയുടെ ഗ്രാൻഡ് ഫാദറും അച്ഛനും അപ്പൂപ്പനും അവരെല്ലാം ഒരു ആഭരണ വ്യാപാരികളാണ്. വളരെയധികം വിശ്വസ്തതയും സാമൂഹ്യമായ സ്വീകാര്യതയുമുള്ള ഒരു ആഭരണ വ്യാപാര രംഗത്തുള്ളവരാണ്. അപ്പം നിമ്മി MA ലിറ്ററേച്ചർ പഠിച്ച് ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാനിയ വരുന്നത്. പക്ഷെ അത് ലഘുവായ ഒരു മാനിക് അറ്റാക്കായിരുന്നു. കോട്ടയത്തുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സിച്ച് സുഖപ്പെട്ടു. അപ്പോൾ നിമ്മി ഒരു പ്രണയബന്ധത്തിലും ഏർപ്പെട്ടു. പ്രണയബന്ധം ഒരു സമീപത്ത് തന്നെ ഉള്ള ഒരു വീട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഇവരെ പോലെയുള്ള സാമൂഹ്യ നിലവാരമൊന്നുമില്ല, താഴ്ന്ന ലെവലിലുള്ളൊരു കുടുംബമാണ്. പക്ഷെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്കൊരു MCOM പാസ്സായിട്ടൊരു ബാങ്കിൽ ഒരു ക്ലറിക്കൽ ജോലിയാണ് കിട്ടിയത്. അതിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രണയമായി, എങ്ങനെയോ പ്രണയമായി. നിമ്മി വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇയാളെ അല്ലാതെ ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പോൾ ആദ്യം അവരുടെ കുടുംബത്തിന് സ്വീകാര്യത ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ മകളെ അവർക്കങ്ങനെ തള്ളിപ്പറയാനും പറ്റത്തില്ല. അങ്ങനെ അത് നിശ്ചയിച്ചു. തുടർന്നുള്ള നിമ്മിയുടെ പെരുമാറ്റങ്ങൾ വളരെ വ്യത്യാസമായി. ഇവൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും, ഇംഗ്ലീഷിൽ കവിത എഴുതും, ഇംഗ്ലീഷ് കഥ എഴുതും, ഇംഗ്ലീഷ് പ്രസംഗിക്കും, സോഷ്യൽ സർവീസ് പ്രോഗ്രാമിനൊക്കെ പോകും. കണ്ടാൽ വളരെ നല്ല ഒരു സൗന്ദര്യവും പ്രസരിപ്പും ഒക്കെ ഉള്ള സ്ത്രീയുമാണ്. അപ്പോൾ നിമ്മി ഒരു മോഡലാണ്. അവിടെ ആളുകൾക്ക് ഒരു ഐക്കോണാണ്. ഐക്കോൺ എന്ന് പറയുമല്ലോ, ഒരു വിഗ്രഹമാണ്. അങ്ങനത്തെ നിമ്മിക്ക് ഈ വിവാഹം നിശ്ചയപ്പോൾ തന്നെ പലരും പല രീതിയിൽ പറഞ്ഞു തുടങ്ങി. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, ഇവൾ ഏത് പൊസിഷനിൽ പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ നിമ്മി പറയണവനെ അവിടെ വച്ച് തന്നെ ശരിയാക്കും. അതാണ് നിമ്മിയുടെ സ്വഭാവം. കാര്യം അവൻ്റെ പേര് ജോസഫ് കുട്ടി എന്നാണ്, ജോസഫ് എന്നാണ് നിമ്മി വിളിക്കുന്ന ജോസൂട്ടി. ജോസൂട്ടിയെ ആരെന്തെങ്കിലും പറഞ്ഞാൽ നിമ്മിക്ക് സഹിക്കില്ല. ഏതായാലും അവസാനം കല്യാണം ഫിക്സ് ചെയ്തു. അപ്പോൾ കല്യാണം ഫിക്സ് ചെയ്തതിന് ഈ പള്ളി വെച്ചുള്ള മനസ്സമ്മതം ചോദിക്കുന്നതിന് മുമ്പൊരു പാർട്ടി നടത്തി. അവിടെ വെച്ച് നിമ്മിയുടെ പെരുമാറ്റം വളരെ അസാധാരണമായി. ഈ ഉറപ്പിച്ചതോടുകൂടി തന്നെ ഇവളൊരു ഭയങ്കര ഒരു ആഘോഷത്തിൻ്റെ ഒരു സെലിബ്രേഷൻ മൂഡ്, അത് ഒരു സെലിബ്രേഷൻ മാനിയ എന്ന് പറയാവുന്ന രീതിയിൽ ആളുകൾക്കൊക്കെ ഉദാരമായിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക, കാണുന്നിടത്തുനിന്ന് കാണുന്ന വസ്ത്രങ്ങളെല്ലാം വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ പോയി. ഈ പാർട്ടിയിൽ നിമ്മിയ വളരെ അസാധാരണമായിട്ട് പെരുമാറി എന്നാണ് അവർ പറഞ്ഞത്. കാരണം നിമ്മി ഒരു ഡാൻസ് ചെയ്യുകയും അതിനിടയിൽ കുറേശ്ശെയൊക്കെ വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒക്കെ കാണിക്കാനൊക്കെ തുടങ്ങി. ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഒരു എക്സ്പോസിങ് ഡാൻസ് പോലെ. അത് അറിയാമല്ലോ, നമ്മുടെ കൺസർവേറ്റീവ് സൊസൈറ്റി അപ്പോൾ തന്നെ പിടിച്ച് എത്തിയത് എൻ്റെ അടുത്താണ്, കൺസൾട്ടേഷനായിട്ട് കൊണ്ടുവന്നു. അന്ന് കൊണ്ട് നമ്മി വളരെ ഇതായിരുന്നു, ഒരു എക്സൈറ്റഡ് ആയിരുന്നു. സാധാരണ മാനിയയുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിരുന്നു. വയലൻ്റായിരുന്നു. പക്ഷേ 4-5 ദിവസത്തെ ഇതുകൊണ്ട് നിമ്മിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വേണ്ടി വന്നു. വലിയ ഫാമിലി ആണെങ്കിൽ പോലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ അവർ തയ്യാറായി. ഒരു ദിവസം ജനറൽ വാർഡിൽ വെച്ചു, പിറ്റേ ദിവസം പേ വാർഡിൽ വെച്ചു. പക്ഷേ അവർ തയ്യാറായി. കാരണം അത്ര അവസ്ഥയായിരുന്നു. അവർക്കൊരു ട്രസ്റ്റ് എങ്ങനെയോ വന്നു. ഏതായാലും അന്നു മുതൽ നിമ്മി എൻ്റെ പേഷ്യൻ്റാണ്.
നിമ്മിയുടെ പ്രോബ്ലം എല്ലാ മാനിക് പേഷ്യൻറ്റിലും എല്ലാ സൈക്കാട്രിക് പേഷ്യൻറ്റിലും കാണുന്ന പ്രോബ്ലം തന്നെ. നിമ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂർധന്യത്തിലാവും, ചികിത്സിക്കും, പെട്ടെന്ന് ശരിയാവും. പക്ഷേ നിമ്മിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് അസുഖത്തിൻ്റെ ഇത് വന്നാൽ, എത്ര ഡിസ്റ്റേർഡായിട്ട് വയലൻ്റൊക്കെ ആയാലും നിമ്മി എൻ്റെ അടുത്തെത്തുമ്പം ഭയങ്കര നിമ്മി പറയുകയും ചെയ്യും. ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഹീ ഈസ് ദി ഓൺലി വൺ ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് ഒട്ട ഇംഗ്ലീഷാണ്, അങ്ങനെയൊക്കെ പറയും. ഷീ ഈസ് വെരി സ്വീറ്റ് ആക്ച്വലി. പലപ്പോഴും 1-2 പ്രാവശ്യം ഞാൻ ഓർമ്മയുണ്ട്, രമ്യയെ രാവിലെയൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പം അവരവരുടെ വലിയ കാറിലൊക്കെയാണ് വരുന്നത്. എനിക്കൊരു ചെറിയ ഫിയറ്റ് കാറാണെന്നുള്ളത്. നിമ്മി നേരെ വന്ന് അവരുടെ കാറിൽ നിന്ന് ഓടി എൻ്റെ കാറിൽ കയറും, ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് വേറെ ആരെങ്കിലും കാറിൽ കയറാൻ പറയും, വേണ്ട ഞാനും ഡോക്ടറും മാത്രം മതി. ഞങ്ങൾ ഈ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്ന അവസ്ഥ, ഡോക്ടറോടുള്ള ഒരു ചികിത്സാ ബന്ധത്തിനപ്പുറമുള്ള ഒരു താല്പര്യം പോലത്തെ ഒരു പെരുമാറ്റം. പക്ഷേ അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നേരെ കാർ ഓടിച്ച് വാടിക്കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് എൻ്റെ പ്രൈമറി ധർമ്മം. അത് നിർവഹിച്ചേ പറ്റുള്ളൂ. അതൊക്കെ ചെയ്ത് അങ്ങനെ കൺട്രോൾ ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. ഏതായാലും പക്ഷേ ഈ ജോസഫ് കുട്ടി ഇയാൾ ആ വിവാഹം തന്നെ അങ്ങ് നടന്ന് കോട്ടയത്ത് അവരൊരു വീടൊക്കെ എടുത്ത് താമസമായി. ആദ്യത്തെ കുട്ടി ജനിച്ചു. അപ്പോഴും എന്തോ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാനസിക രോഗത്തിൻ്റെ വലിയ കുഴപ്പമില്ലാതെ മെഡിസിൻസൊക്കെ കഴിച്ച് അത് പോയി. നിമ്മിയുടെ ഈ മാനിയ വളരെ അടുത്ത ഇടവേളകളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു വർഷം തന്നെ 2, 3, 4 പ്രാവശ്യമൊക്കെ വരും. ഓരോ തവണ വരുമ്പോഴും 1 മാസത്തിനകത്തെ കൂടുതൽ നിലനിൽക്കാറില്ല. ഈ കുട്ടിയെ പ്രസവിച്ച് അതിനെ പരിപാലിച്ച് വലിയ പ്രോബ്ലം ഇല്ലാതെ 2 കുടുംബങ്ങൾ തമ്മിലും ഒരുവിധം അടുപ്പത്തിലുമൊക്കെ കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് വീണ്ടും ഒരു നിമ്മിയുടെ ഇത് വന്നു. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഒരു രാവിലെ ഒരു 8-8:15 മണിയായി. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് 8 മണിക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പ് ഇവരുടെ കാറ് വന്ന് നിന്നു. നിമ്മി അതിൽ നിന്ന് ചാടി ഇറങ്ങി ബാക്ക് സീറ്റിൽ നിന്ന്. ഷീ ഡസൻ ഡ്രൈവ്. ഡ്രൈവർ മാത്രമുണ്ട്, നിമ്മിയുണ്ട്. എന്നിട്ട് ഡ്രൈവറെ കൊണ്ടൊരു വലിയ സൂട്ട് കേസ് എടുപ്പിച്ച് നേരെ വന്ന് എൻ്റെ വീട്ടിൽ കയറി. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഈ പെട്ടി ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്, ഇത് ഒരു കാരണവശാലും വേറെ ആർക്കും കൊടുക്കരുത്, എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്ന് ചോദിക്കും, കൊടുക്കരുത്. അപ്പോൾ എൻ്റെ ഭാര്യയെ എനിക്കറിയാം, നിമ്മിയെ അറിയാം. ഭാര്യയുടെ അടുത്ത് നിമ്മി വളരെ സ്നേഹത്തോടും ഒക്കെയാണ് പെരുമാറുന്നത്. വീട്ടിനകത്തൊക്കെ കയറി വരും. അവിടെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടെങ്കിൽ, കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. വളരെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ കുട്ടികളെയൊക്കെ കളിപ്പിക്കും, അതൊക്കെ ചെയ്യും. അപ്പോൾ വന്നിട്ട് ഈ സൂട്ട് കേസ് ഞാൻ അത് മാറ്റി വെച്ചിട്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായി നിമ്മി നല്ല കണ്ടീഷനിലല്ലാന്ന്. ഇനി എന്ത് ചെയ്യും? മെഡിസിൻ കഴിക്കുന്നുണ്ടോയെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ചോദിച്ചു പറഞ്ഞു, മെഡിസിൻ ആവശ്യമുണ്ടോ? എന്നാലും ഞാൻ കഴിക്കുന്നുണ്ട്, ഡോക്ടറല്ലേ തരുന്നത്, നമ്മുടെ ഡോക്ടർ തന്നാൽ ഞാൻ കഴിക്കാതിരിക്കുമോ? ഇതാണ് ഡയലോഗ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിറകെ നിന്ന് കാറിൽ നിമ്മിയുടെ വയസ്സായ അമ്മയാണ്, ഒരു ചെറിയ കൂനൊക്കെ ഉള്ള അമ്മയും ഒരു നാത്തൂനും, നിമ്മിയുടെ ബ്രദറിൻ്റെ ഒരു കുട്ടിയും, വേറെ 1-2 പേരും കൂടെ വന്നു. അവർ വന്ന് പറഞ്ഞപ്പോഴാണ്, ഡോക്ടറെ രാവിലെ ഇവൾ വയലൻ്റായി, നേരെ ജുവലറിയിൽ എങ്ങനെയോ എത്തി, അവിടുത്തെ സെക്യൂരിറ്റിക്കാരനെയൊക്കെ വെട്ടിച്ച് അവിടെ ഇരുന്ന ആഭരണം എല്ലാം കൂടെ ഒരു പെട്ടിയിൽ വെച്ച് എവിടെയോ കൊണ്ടുപോയി. ഞങ്ങൾ സംശയിച്ച് ഇവിടെ വന്ന് കാണുമെന്ന് സംശയിച്ചാണ് വന്നപ്പോൾ എന്താ കാർ ഇവിടെ കിടക്കണു എന്നൊക്കെ പറഞ്ഞ്. അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർക്കും വിളിച്ച് പറയാനൊന്നും പറ്റിയില്ല. ഏതായാലും അവർ പറഞ്ഞപ്പോഴാണ്, ഒരു സൂട്ട് കേസും കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കത്തി. ആ സൂട്ട് കേസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പുറത്ത് ചെന്ന് അകത്ത മുറിയിലാണ് സൂട്ട് കേസ് വെച്ചത്. ഞാൻ ജിമ്മി കൊണ്ടുവന്നപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒരു സൂട്ട് കേസ്, ബ്രീഫ് കേസല്ല, സാമാന്യം വലിയ സൂട്ട് കേസ് മുഴുവൻ ഗോൾഡ് ഓർണമെൻറ്റ്സാണ്. ഇതും കൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ് ചെയ്തു. അപ്പോൾ അതുപോലെ 4-5 ദിവസം ചികിത്സിച്ച് പേവാർഡിലൊക്കെ കിടത്തി
ഇത് ചെയ്ത് പോയി. ഇടയ്ക്കിടയ്ക്ക് വരും, മരുന്ന് മുടക്കും, വരും, പക്ഷെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യും. പക്ഷേ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ കൂടെ ഒരു സാമാന്യം കുഴപ്പമില്ല. ചിലപ്പം ഭയങ്കരമായിട്ട് ഹസ്ബൻഡിനെ ഫയർ ചെയ്യും, ചിലപ്പോൾ അസഭ്യം പറയും, പക്ഷെ അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് സ്നേഹിക്കും. അതുകൊണ്ട് പുള്ളി ഇതിൻ്റെ എല്ലാം ഇടയിലും വളരെ സ്നേഹമുള്ള ഒരു ഭാര്യയായിട്ടാണ് ജോസഫ് കുട്ടി നിമ്മിയെ കാണുന്നത്. നിമ്മി മറിച്ചും. പിന്നെ ഞാൻ ഓർക്കുന്നത്, രണ്ടാമത്തെ തവണ ഗർഭിണിയായപ്പോൾ നിമ്മി ഇതുപോലെ പെട്ടെന്നൊരു ഇതായിട്ട് ഞങ്ങളുടെ വാർഡിൽ വന്നു. പേ വാർഡിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, നിമ്മിക്ക് ഭയങ്കര വയറ്റുവേദന, സംശയമുണ്ട് ഡോക്ടറെ, ഫുൾ ടേം ആണ്, ഡെലിവറി ആണോ? അപ്പോൾ നിമ്മിയെ ഗൈനക്ക് കാര്യത്തിൽ നോക്കുന്നത്, പ്രസവ സംബന്ധമായ ചികിത്സ ചെയ്യുന്നത് അവിടുത്തെ തന്നെ ഗൈനക്കോളജി പ്രൊഫസറാണ്. അവരൊരു ഭയങ്കര കഴിവുള്ളൊരു സ്ത്രീയാണ്, ഭയങ്കര ഒരു ടെററാണ്, എല്ലാവർക്കും പേടിയാണ്, ആളുകളെയൊക്കെ വിരട്ടും. പക്ഷേ ഈ നിമ്മി അവർക്ക് ഭയങ്കര കാര്യമാണ്, നിമ്മിക്ക് അവരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് അറിയിച്ചു, ഇങ്ങനെ മാഡം ഈ നിമ്മി ഇവിടെ വന്ന് ഭയങ്കര വയറിന് വലിയ ഫുൾ ടൈം ആണെന്നാണ് പറയുന്നത്, പ്രസവമാണോ എന്ന് എനിക്കറിഞ്ഞു, പ്രസവ വേദനയായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് അയച്ചോളൂ, ലേബർ റൂമിൽ ഞാൻ ലേബർ റൂമിലുണ്ട്, വന്ന് വിട്ടോളൂ, വേണ്ട ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ലേബർ റൂമിലേക്ക് അയച്ചു. അപ്പം ബാക്കി കാര്യം അവർ നോക്കിക്കൊള്ളും അപ്പോൾ എന്ന് പറഞ്ഞ് അയച്ചു. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പം പറ ഫോൺ വരുന്നൊരുപ്പാടില്ല. എന്നെ വിളിച്ച് അന്വേഷിച്ചുള്ള ഫോണാണ്. സിസ്റ്റർ എന്ന് പറഞ്ഞു, മാഡം വിളിക്കുന്നു, കൈനക്ക് മാഡം വിളിക്കുന്നു. ഞാൻ ഫോണെടുത്ത് അവരങ്ങ് അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം എന്നോട് ചോദിച്ചു, ഇതുപോലുള്ള ഭ്രാന്തിയൊക്കെ ആരെങ്കിലും ലേബർ റൂമിലായിരിക്കുമോ ഡോക്ടറെ, ഇത്രയും അറിഞ്ഞുകൂടെ എന്നൊക്കെ എന്നോട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന ഉടനെ നിമ്മിയുടെ ഇതൊക്കെ കഴിഞ്ഞ് ലേബർ കോട്ടിൻ്റെ അടുത്ത് തന്നെ, ഈ ഒരു കോട്ടിൻ്റെ അടുത്ത് ഡോക്ടർമാരെല്ലാം നിൽക്കുന്നിടത്ത് വന്ന് കയറി കിടാന്ന് പറഞ്ഞു. പരിശോധിക്കണ്ടേ, അതിന് കിടാന്ന് പറഞ്ഞപ്പോൾ ആരും അവിടെ നിന്ന് ഹെഡ് സിസ്റ്ററോ മറ്റോ നിമ്മിയെ പെട്ടെന്നങ്ങ് വസ്ത്രം മാറ്റണ്ടേ, വസ്ത്രം മാറ്റുമല്ലോ പ്രസവത്തിൻ്റെ പരിശോധനയ്ക്കായിട്ട്. നിമ്മിയോട് ചോദിക്കാതെ അത് പെട്ടെന്നങ്ങ് ചെയ്തു. നിമ്മി അങ്ങ് വയലൻ്റായി, അവരെ കയറി അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവരെ കയറി അറ്റാക്ക് ചെയ്തപ്പോൾ ഈ മാഡം അവിടെ നിൽക്കുകയാണ്, ഗൈനക്കോളജി പ്രൊഫസർ. അവർ പറഞ്ഞു, ഇത് നിമ്മി നീ ഇതെന്താണ്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ഇതൊക്കെ ഇത്ര എന്ന്. അപ്പോൾ നിമ്മി ധരിച്ചത് ഇതൊരു ഈ ന്യൂഡായിട്ട് ഈ നഗ്നതയൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ഇതിലെന്താന്ന്. ഒറ്റ ഫ്ലാഷിൽ നമ്മൾ ഒരു സിനിമയിൽ ദിലീപ് ഇങ്ങനെ തിളക്കം നാറ്റൊരു സിനിമയില്ലേ, അതിലുള്ളതുപോലെ ഇത് വലിച്ചങ്ങ് അവരുടെ വസ്ത്രം വലിച്ചങ്ങ് സാരി വലിച്ചഴിക്കാൻ നോക്കി. എന്നിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ ഡോക്ടറും അങ്ങനെ നിൽക്കും, ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനെ നിൽക്കട്ടെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. പിന്നെ ഒരു സെഡേഷൻ ഞങ്ങൾ കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കാം, അവർ പരിശോധിക്കട്ടെ നിമ്മി എന്ന് പറഞ്ഞു. ശരി, ഡോക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ എന്നിട്ട് ഇഫ് യു ആർ ഹിയർ ദേ വിൽ നോട്ട് മിസ്ബിഹേവ് വിത്ത് മീ എന്നൊക്കെ പറഞ്ഞ് നിന്ന് മെഡിസിൻ കൊടുത്തു. നിമ്മി അതിനുശേഷം ചികിത്സ കുറച്ചുകൂടെ റെഗുലറായിട്ട് കുറേ ഫോളോ അപ്പിന് വന്നു തുടങ്ങി. 2 മക്കളും പഠിച്ചു. ഇപ്പോൾ നിമ്മയുടെ 2 മക്കളും നല്ല പൊസിഷനിലാണ്. അവർ 2 പേരും പ്രായമായിട്ട് ഒരു ഇതാണ്. ഞാൻ കണ്ടിട്ട് ഏതാനും വർഷങ്ങളായി. പക്ഷേ എനിക്ക് ചെറിയൊരു കോണ്ടാക്റ്റ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഉള്ള വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്യുമ്പം അത് എനിക്ക് തോന്നുന്നത് 76-77 മറ്റാണ്. ദേവരാജൻ എന്ന് പറയുന്ന ഒരു അയാളൊരു സായി ഭക്തനായി പെട്ടെന്ന്. സായി ഭക്തി എന്ന് വെച്ചാൽ ഭയങ്കര സായി ഭക്തി വന്നപ്പോൾ ഇയാൾ പിന്നെ ഈ സായി ഭജനവും സായി ഭക്തിയും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി സായി ലീവൊക്കെ എടുത്ത പുള്ളി ഇലക്ട്രിസിറ്റി ബോർഡിലെ മറ്റോ ജോലി ചെയ്യുന്ന ആളാണ് തിരുവനന്തപുരത്ത്. സാമാന്യം നല്ല ജോലിയുള്ള ആളാണ്, എൻജിനീയർ അല്ല ഈ അഡ്മിനിസ്ട്രേഷനിൽ. അപ്പോൾ അയാൾ പോയി സായിക്ക് വേണ്ടിയുള്ള
സേവന പ്രവർത്തനം, അവിടെ പുട്ടപൂർത്തി പോയുള്ള പ്രവർത്തനം, അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ പോയി, പഞ്ചാബിൽ ഒരിടത്ത് ഇയാൾ പോയി. ആരൊക്കെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. ഇയാളുടെ ഒരു ബ്രദറോ മറ്റോ പഞ്ചാബിലുണ്ട്. അവിടെ ചെന്ന് അവിടെ പോയി സായി ഇത് പറഞ്ഞു. നെറ്റ് റിസൾട്ട് എന്താ, അവിടെ അവസാനം ചെന്ന് ഈ സർദാർജിമാരുടെ ഗുരുദ്വാരയിലൊക്കെ പോയി സായി പരിപാടിയൊക്കെ നടത്തി. അവിടെ വഴക്കായി, അവർ വിടത്തില്ല കേട്ടോ. അതിനിടയിലൊക്കെ ചെന്ന് ഇയാൾ ഇതൊക്കെ പറഞ്ഞ്, അപ്പം ഈ ബഹളമായിട്ട് അവിടെ ഗുരുദ്വാരയിലൊക്കെ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇയാളെ നാട്ടിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇനി അവിടെ നിർത്തുന്ന ഡേഞ്ചറസ് ആണ്. ഇയാളുടെ ഭാര്യ ആരുടെയോ ഒരു റെഫറൻസിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ ഭക്തിയാണോ എന്ന് എനിക്കറിയില്ല, ഭക്തിയുടെ ആധിക്യത്തിൽ ഇയാൾക്ക് വല്ല മാനസിക തകരാറ് വന്നോ, ഏതായാലും ഒരു അസസ് ചെയ്യണം, അസസ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ കൊടുക്കണം. അതിപ്പോൾ അവിടെ ചികിത്സയ്ക്ക് പ്രയാസമാണെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടിൽ കൊണ്ടുവന്നാൽ നമുക്കിവിടെ നോക്കാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇയാളെയും കൊണ്ട് ഇയാളുടെ ജ്യേഷ്ഠൻ്റെ മകൾ അശ്വതി ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്, ആ കുട്ടി ഡൽഹിയിൽ കൊണ്ടുവന്ന് കേരള എക്സ്പ്രസ്സിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു അത് പറ്റുമോ? ഇയാൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഭയങ്കര വയലൻ്റാണ് എന്ന്. എന്നിട്ട് അവസാനം ചുരുക്കത്തിൽ അവൾ ഒറ്റയ്ക്ക് ഇയാളെ ഇത്രയും അയാൾ കുറച്ച് ഷൗട്ടിങ്ങും ബഹളമൊക്കെ ആയിരുന്നു, ഇയാളെ കൊണ്ടുവന്നു. തിരുവനന്തപുരം മാനസിക രോഗ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വർക്ക് ചെയ്യുകയാണ്, തിരുവനന്തപുരം മാനസിക രോഗ ആശുപത്രിയിലാണ്. പിന്നെ ഞാൻ MD കഴിഞ്ഞ് വന്ന വർഷമാണ്. പിന്നെ അഡ്മിറ്റ് ചെയ്ത് ഒരു അയാളെ ചികിത്സ വന്നപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം വന്നത്. ഇയാൾ സായി ഇതിൽ പോയി, ഇയാളുടെ ഭാര്യ ബന്ദിക്കോസ്ത്. ഇവർ തമ്മിലുള്ള ഒരു ഭയങ്കര സംഘർഷമായി വീട്ടിൽ. എന്ന് വെച്ചാൽ അവർക്ക് ഇയാൾ ബന്ദിക്കോസ്തിലേക്ക് വരണം. അപ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് വന്നപ്പോൾ ഈ സ്ത്രീ ബന്ദിക്കോസ്തിൽ പോയി ഇയാളെയും കൊണ്ട് അവിടെ പോകാൻ തുടങ്ങി, നിർബന്ധിച്ചു. ഇയാൾക്ക് അതിന് പോകാൻ ഇഷ്ടമല്ല. അപ്പോഴാണ് ഇയാൾ വേറെ ആരോ പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോയി. സായിബാബ് ചുരുക്കത്തിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഇയാളെ ട്രീറ്റ് ചെയ്തപ്പോൾ ഭാര്യ ദിവസവും വരും, ഇയാളെ ചികിത്സിച്ച്. ഇപ്പോൾ ഇയാൾ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ, ഇയാളുടെ കണ്ടീഷനൊക്കെ ബെറ്ററായി തുടങ്ങി. പക്ഷേ വൈഫ് വന്ന് അവർ പറയുന്നത് ഇയാളെ ഇങ്ങനെ ശരിയാക്കിയാൽ പോരാ, ഇയാളെ ശരിക്ക് ബന്ദിക്കോസ്തിലേക്ക് കൊണ്ടുവരണം, അതും കൂടെ ഡോക്ടർ ചെയ്യണം. കാരണം അതാണെങ്കിലേ ഇയാളിനി സ്റ്റേബിളായിട്ടിരിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ വീണ്ടും ഇയാൾ സായിബാബയുടെ പുറകെ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സർവീസൊന്നും ഇവിടെ കൊടുക്കുന്നില്ല, രണ്ടാമത് അങ്ങനെ ചെയ്യാമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയാൾ അതിൽ നിന്ന് വെച്ച് നോർമൽ ലൈഫിലേക്ക് ഓഫീസിലുമൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബജീവിതത്തിൻ്റെ രീതിയിൽ പോകാനുള്ള ഒരു ലെവലിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇയാളെ പിന്നെ മനസ്സ് മാറ്റി പിന്നെ ഇയാളെയും കൂടെ നിങ്ങളെ പോലെ ബന്ദിക്കോസ്താക്കാനുള്ള സംവിധാനം, അതങ്ങനെ ഒരു ചികിത്സയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവരെൻ്റെ കൂടെ ചൂടായി. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ സൈക്കാട്രി കൊണ്ട് ബലവെന്തെന്നൊക്കെ പറഞ്ഞ് ചുരുക്കത്തിൽ ഇത് ഇയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ ചികിത്സിക്കുകയും ഈ ഡയലോഗൊക്കെ നടക്കുന്ന പീരിയഡിൽ ഈ സ്ത്രീയുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥന ഗ്രൂപ്പുകൾ മെൻ്റൽ ആശുപത്രി വരും. അതവിടെ വലിയ പ്രശ്നമായി. അത് ഇന്നത്തെ കാലമാണെങ്കിൽ വലിയ പ്രശ്നമായേനെ. അന്ന് പിന്നെ കുറേ കൂടെയൊക്കെ ഇതിനൊരു കുറച്ചുകൂടെ ഒരു വിവേകത്തോടെയുള്ള ചിന്ത നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ള സമയമായിരുന്നു അന്നൊക്കെ. ഇതുപോലെ ചില പരിപാടികളുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് ഇതിനോടൊക്കെ കുറച്ചുകൂടെ ഒരു ബാലൻസുള്ള ഒരു നിലപാടുള്ളത് കൊണ്ട് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചികിത്സ, മാനസിക രോഗ ചികിത്സയുടെ സാഹചര്യങ്ങളിൽ, സങ്കേതങ്ങളിൽ, അതിനുള്ള അവസരങ്ങളിൽ ആളുകൾ വൾണറബിളാകും. ഫാമിലീസ് വൾണറബിൾ എന്ന് വെച്ചാൽ അവരുടെ വിൽ പവറൊക്കെ കുറയും. ഏതെങ്കിലും സപ്പോർട്ട് സിസ്റ്റം വരുന്നതിനെ സ്വീകരിക്കാം എന്നുള്ള ഒരു മനസ്സ് വരുമ്പോൾ ആ സ്പേസിൽ ഇതുപോലുള്ള ആചാരപരമായ അതിൽ ചിലത് നിർദോഷമായിരിക്കും, ചിലത് കുറേയൊക്കെ വേസ്റ്റേജ് ഓഫ് മണി അതൊക്കെ ഉണ്ടെങ്കിലും
അങ്ങ് പോവും, മാറിപ്പോവും. ചിലത് വളരെ അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും വഴിതെറ്റിക്കുന്നതുമായിട്ടുള്ള പ്രയോഗങ്ങളാകും. ഏതായാലും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെയൊക്കെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കി, നിങ്ങൾ പ്രാർത്ഥനയാണെങ്കിൽ ഇതിന് ശേഷം വെളിയിൽ ഇയാളുടെ ആശുപത്രിയിൽ നിന്ന് ഇയാളെ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ ഞങ്ങൾ ചികിത്സിക്കട്ടെ എന്നൊരു നിലപാടെടുത്തു. അത് അന്നത്തെ കാലമായതുകൊണ്ട് അത് ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റി. ഇന്നത്തെ പോലെയല്ല. ഇന്നാണെങ്കിൽ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വലിയ നിയമപരമായ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവാതെ അയാൾ ചികിത്സ കഴിഞ്ഞ് അയാൾ സുഖം പ്രാപിച്ച് തിരികെ ഓഫീസിൽ ജോയിൻ ചെയ്തു. അൺഓതറൈസ്ഡ് ആബ്സെൻസൊക്കെ ആയിരുന്നു, പിന്നെ നിയമവിധേയമല്ലാത്ത അവധിയൊക്കെ എടുത്താണ് പോയത്. അതൊക്കെ ക്യാൻസൽ ചെയ്ത് ജോലിക്കൊക്കെ പോയി. ഭാര്യ അവരുടെ ഇത് നടത്തി. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരും അവരുടെ പ്രാർത്ഥനയൊക്കെ കണ്ടിന്യൂ ചെയ്തെങ്കിലും ഇയാളെ പിന്നെ അതിൽ ചേർക്കാനുള്ള ശ്രമമൊക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ചില ഫിക്സേഷൻസ്, ചില ധാരണകൾ അത് ഒരു ശാഠ്യമായിട്ട് മാറുകയും ചികിത്സാ പരിസരത്ത് സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് തീർച്ചയാണ് മാനസിക രോഗ ചികിത്സകർക്ക് പലർക്കും നേരിടേണ്ടി വരുന്നതാണ്.